ഹലോ. ഇപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എ ഐ അത് ഉപയോഗിക്കുന്ന എ ഐ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഫോണിലെ എ ഐ ഉണ്ട്, റോഡിലെ ക്യാമറ, വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാമറ എ ഐ ഉണ്ട്. അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ കേൾക്കുന്ന ഒരു ടോപ്പിക്കായി മാറിയിരിക്കുന്നുണ്ട് ഇപ്പോൾ എ ഐ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പലർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു അത്യാധുനിക ഒരു ടെക്നോളജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് എ ഐ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ ഒരു രീതിയിൽ മാത്രമേ അറിയുള്ളൂ. ശരിക്കും എന്താണ് ഒരു എ ഐ? ഇപ്പോൾ നമ്മൾ പറയുന്നു ഫോണിൽ എ ഐ ഉണ്ട്, കാറിൽ, ഈവൻ നമ്മുടെ വീട്ടിൽ പല ഡിവൈസസുകളും എ ഐ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് എ ഐ എന്നുള്ളത്. ജസ്റ്റ് ഒരു ബേസിക്, ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, അങ്കിൾ അല്ലെങ്കിൽ അച്ഛ, അമ്മ, അമ്മാവ, എന്താണ് എ ഐ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിലും നമ്മൾ ഒരു ബ്രീഫായിട്ട്, അതൊരു ചുരുക്കത്തിൽ എന്താണ് എ ഐ എന്നൊരു ചെറിയ കുട്ടിക്ക് മനസ്സിലാവാൻ പാകത്തിന് നമ്മൾക്കെങ്കിലും അറിഞ്ഞിരിക്കണം എന്താണ് എ ഐ എന്നുള്ളത്. പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഓൾറെഡി അറിയാവുന്നവർ കേട്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ഇടയിൽ രേഖപ്പെടുത്തുക. പുതിയതായിട്ട് കേൾക്കുന്നവർ, എ ഐ എന്നത് പുതിയതായിട്ട് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ആരും എ ഐ എന്നൊരു സംഗതി ഇതുവരെ കേട്ടിട്ടുണ്ടാവാതിരിക്കില്ല. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എ ഐ, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അത് അപകടമാണോ അതോ മനുഷ്യന് സഹായമാണോ എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ അതിൻ്റെ ഒരു ഡീപ്പായിട്ട് ടെക്നിക്കലായിട്ടല്ല നമ്മളതിനെ സമീപിക്കാൻ പോകുന്നത്. നമ്മൾ ചെറിയ ഒരു ഷോർട്ടായിട്ട്, ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ട് എന്താണ് എ ഐ, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, പിന്നെ ഏതൊക്കെ മേഖല അത് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ എന്താ പറയുക, ഗുണങ്ങളും ദോഷങ്ങളും, അതൊക്കെയാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്താണ് എ ഐ? എ ഐ എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിത ബുദ്ധി, നമ്മളൊരു മെഷീനെയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെയോ ഒരു സോഫ്റ്റ്വെയർസിനെയോ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെ പലവിധ പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്ത്, പല പ്രോഗ്രാം ലാംഗ്വേജസ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണ്ട, അതൊക്കെ കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഒരു മെഷീനെയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ കുറച്ച് പ്രോഗ്രാംസ് ഉപയോഗിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെ ആ മെഷീനെയോ ആ ഒരു ആപ്ലിക്കേഷനെയോ മാറ്റിയെടുക്കുന്നു. അത് നമ്മളുടെ എന്നിട്ട് പല യൂട്ടിലിറ്റീസിനും അത് ഉപയോഗിക്കുന്നു. അതാണ് ഒരു എ ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുന്ന, ഒരു മെഷീൻ ഒരു മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ ഒരു ഫോണിലെ ഒരു ആപ്ലിക്കേഷൻ ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫോണിലും നമ്മുടെ കമ്പ്യൂട്ടർ ഡിവൈസസുകൾ, സോഷ്യൽ മീഡിയകൾ, എല്ലായിടത്തും എയുടെ പ്രസൻസ് ഉണ്ട്. യൂട്യൂബിൽ നമുക്ക് വരുന്ന ഒരു സജഷൻസ്, നമ്മൾ ഫോണിൽ എന്ത് ചെയ്യുന്ന നോക്കി നമ്മുടെ യൂട്യൂബിൽ സജഷൻസ് വരുന്നു, സോഷ്യൽ മീഡിയയിൽ സജഷൻസ് വരുന്നു, നെറ്റ്ഫ്ലിക്സിൽ സജഷൻസ് വരുന്നു. ഇതൊക്കെ എ ഐ ആണ്.
എ ഐ യൂസ് ചെയ്തിട്ട് വരുന്ന പ്രോഗ്രാമിൽ കൂടിയാണ് നമുക്ക് ഈ ഡാറ്റാസ് ഒക്കെ കിട്ടുന്നത്. എ ഐക്ക് പ്രധാനമായിട്ടും എ ഐ രണ്ട് കാര്യങ്ങളാണ് എ ഐ ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു സെറ്റ് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാകും. പിന്നെ അതിനിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റയ്ക്കനുസരിച്ച്, അതായത് നമ്മളുടെ ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളോ കമാൻഡ്സ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ, ഇപ്പോൾ ഒരു ഫോട്ടോ ഉപയോഗിച്ച് നമ്മൾ ഒരു എയിൽ ഫോട്ടോസ് ജനറേറ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ സിമ്പിളാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ ആണ് അതിലേക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ട്. അതിൽ വെച്ചിരിക്കുന്ന പ്രോഗ്രാം ഉപയോഗിച്ച് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു മെഷീൻ അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് തരുന്നു. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഒരു ഗ്രാഫിക് ഡിസൈനർ എടുക്കുന്ന 10-1 സമയം പോലും എ ഐക്ക് വേണ്ട. നമുക്ക് ഏത് രീതിയിൽ വേണം എന്ന് നമ്മൾ പറഞ്ഞ് ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ ആ എ ഐ നമ്മൾ പറഞ്ഞ രീതിയിൽ എ ഐ നമുക്ക് സെറ്റ് ചെയ്തിടുന്നു. നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും കൊടുക്കുന്നു, വീണ്ടും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്കത് തിരിച്ച് പുതിയ റിസൾട്ട് ആക്കി തരും. ഇത് എയുടെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ്. അപ്പൊ അതുപോലെ വളരെ മനുഷ്യന് ചിന്തിക്കുന്നതിലപ്പുറവും ചിന്തിച്ച് മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് എത്തി അവിടുത്തെ ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്യാനൊക്കെ എ ഐ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എ ഐ ക്യാമറ നമ്മൾ വളരെ പരിചിതമായൊരു ഡിവൈസാണ് ഇപ്പോൾ കേരളത്തിലെ എ ഐ ക്യാമറ. ഈ ക്യാമറ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഇമേജ് ക്യാപ്ചർ ചെയ്ത്, ഇപ്പോൾ ഇമേജിൽ അത് ലൈവായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒഫൻസ് ഉള്ള വെഹിക്കിൾസിനെ അതിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് ആ ഫോട്ടോ അനലൈസ് ചെയ്ത് ഏത് ഒഫൻസാണ്, അത് പലവിധ ഫിൽറ്ററും ചെയ്ത് ഏത് ഒഫൻസ് ആണെന്ന് അതിൻ്റെ സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അത് നമുക്ക് എടുത്തിട്ട് മെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പെനാൽറ്റി ഈടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ ഐയുടെ സാങ്കേതിക വിദ്യ ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽസ്, എല്ലാ വ്യക്തികളും അവരുടെ വർക്ക് ലോഡ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എ ഐ എന്നത് ഒരു ആഗോളതലത്തിൽ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ ഇനി എ ഐയിലാണ് കൂടുതൽ വരാൻ പോകുന്നത്. എ ഐ ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടുത്തുണ്ടെങ്കിലും അതിൽ ഒരു എ ഐയുടെ പാർട്ട് എന്തായാലും ഇനി ഉണ്ടാകും. കാരണം ഇനി വരുന്ന ഭാവി ബിസിനസ് ആയിക്കോളും ജോലി ആയിക്കോളും എല്ലാം എ ഐ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അത് ഓൾറെഡി പല വിദഗ്ധന്മാരും പറഞ്ഞിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എ ഐ എന്നത് നമുക്ക് ഇനി ഒഴിവാക്കാൻ കഴിയാത്തൊരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. എ ഐ തന്നെ പല കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാരോ എ ഐ, ജനറൽ എ ഐ, ദെൻ സൂപ്പർ എ ഐ. സോ അപ്പോൾ നാരോ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇപ്പോൾ സ്പെസിഫിക് ടാസ്കുകൾ മാത്രം ചെയ്യുന്നത്. ഇപ്പോൾ സിരി, ഗൂഗിൾ അസിസ്റ്റൻസ്, പിന്നെ അലക്സ, ഇതൊക്കെ സ്പെസിഫിക് ടാസ്ക് ആണ്. നമ്മളൊരു കാര്യം പറയുന്നു, അത് അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇനി വരുന്നതാണ് ജനറേറ്റീവ് എ ഐ. ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് ഇപ്പോൾ അതിലാണ് കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പോലെ തന്നെ ചിന്തിച്ച് തരാൻ കഴിവുണ്ടാക്കി എടുക്കുകയാണ് എ ഐ മെഷീൻസ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കമാൻഡ്സിനനുസരിച്ച് അത് ഔട്ട്പുട്ട് തരികയാണ്. ഇനി മനുഷ്യനെ പോലെ നമ്മൾ കൊടുക്കാത്ത കമാൻഡിനും കൂടിയും എന്താ പറയുക, റിസർച്ച് ചെയ്ത് അതിൻ്റെതായ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ജനറേറ്റീവ് എ ഐ ആണ് ഇപ്പോൾ കൂടുതൽ റിസർച്ച് നടക്കുന്നത്. ഇനി സൂപ്പർ എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനേക്കാൾ കഴിവുള്ള മെഷീൻസും അതും പ്രോഗ്രാംസും ഒക്കെ
അപ്പോൾ ഇതാണ് ഒരു ബേസിക് എ ഐ, ഹൗ എ ഐ വർക്ക്സ്. ഓക്കെ, എങ്ങനെയാണ് എ ഐ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് എവിടൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മേഖലയും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് കെയർ ആയാലും ട്രാൻസ്പോർട്ടേഷൻ, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ തലത്തിലും ബാങ്കിങ് സെക്ടർ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ എ ഐ ടെക്നോളജി. ഇനി എ ഐ ഉപയോഗിക്കാത്ത ഒരു പ്ലാറ്റ്ഫോം ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി എ ഐ മനുഷ്യന് ഭീഷണിയാണോ അതോ സഹായകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% അത് ഹെൽപ്ഫുള്ളാണ്, മനുഷ്യന് സഹായകരമാണ്. പക്ഷേ ദോഷകരമായി ബാധിക്കുന്ന ചില ആളുകളുണ്ട്, ചില സ്കിൽ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇതൊരു ഭീഷണിയാണ്. അപ്പോൾ അവർ എ ഐ അവരുടെ ജോലിയെ റീപ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ വൻകിട MNCകളൊക്കെ പല ജീവനക്കാരെയും റിഡ്യൂസ് ചെയ്ത് തുടങ്ങി, ലേ ഓഫ് ഒക്കെ ഉണ്ട്. കാരണം എ ഐയുടെ പ്രസൻസ് ആണ്. ബേസിക്കലി എ ഐയുടെ പ്രസൻസ് കൊണ്ട് നമ്മളുടെ നോർമൽ ടാസ്ക് ചെയ്യുന്ന എംപ്ലോയീസുകളൊക്കെ ചിലപ്പോൾ അവരുടെ ജോലി തന്നെ ഇല്ലാതായേക്കാം വരും വർഷങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു ഒരു എന്താ പറയുക, ഇനി ഭാവിയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എ ഐയെ നിയന്ത്രിക്കുന്നത്, ഇപ്പോൾ എ ഐനെ നിയന്ത്രിക്കുന്നത് നമ്മളെപ്പോഴും ഒരു മാൻ പവർ എപ്പോഴും വേണം നമ്മുടെ എ ഐക്ക്. അപ്പോൾ എ ഐയെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്കാവുക, അല്ലെങ്കിൽ അവർ മറ്റു സ്കിൽ സെറ്റുകളിലേക്ക് മാറി. എ ഐ പെട്ടെന്ന് എത്തിപ്പെടാത്ത എല്ലാ മേഖലയിലും എ ഐ എത്തിപ്പെടും. അപ്പോൾ പെട്ടെന്ന് എത്താത്ത ഒരു മേഖലയിലേക്ക് മാറാം. ഇല്ലെങ്കിൽ എ ഐയോടൊപ്പം സഞ്ചരിക്കാം. എ ഐയെ കൺട്രോൾ ചെയ്ത് എ ഐ നമ്മളെ ഭരിക്കാൻ വന്ന എ ഐനെ നമ്മൾ ഭരിക്കും എന്ന രീതിയിലേക്കുള്ള സ്കില്ലിലേക്ക് മാറാം. അതാണ് ചെയ്യേണ്ടത്. മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തും വരും. നമ്മൾ ഇപ്പോൾ എന്ത് മാറ്റവും എല്ലാം ടെമ്പററി ആണ്. കൂടുതൽ ടെക്നോളജീസ് വരുമ്പോൾ എല്ലാം റീപ്ലേസ് ചെയ്ത് പോകും. ഈവൻ ഇപ്പോൾ പല MNCകളും അവരുടെ വർക്ക് ഫോഴ്സ് ഇത്ര പെർസെൻറ്റേജ് ചിലപ്പോൾ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എ ഐ വളരെ ഒരു വേഗത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ ടെക്നോളജീസ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എ ഐ. അപ്പോൾ എ ഐ മനുഷ്യന് ദോഷമുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തരത്തിൽ പല ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ ജോലിയെ അത് ഭീഷണിയാവുന്നുണ്ട്. അപ്പോൾ അവർ മറ്റു സ്കില്ലുകൾ തേടി പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ എ ഐ പഠിച്ച് എ ഐ മേഖലയിലേക്ക് അവർ ചേക്കേറണം. പിന്നീട് വരുന്നത് പല സെക്യൂരിറ്റി ത്രെഡ്സുകളൊക്കെ എ ഐ കാരണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഡീപ് ഫേക്ക്, പിന്നെ ഫേസ് സ്വാപ്പൊക്കെ വെച്ചിട്ടുള്ള മോർഫിങ്സ്. പണ്ട് മോർഫിംഗ് ആയിരുന്നു, ഇപ്പോൾ ഫേസ് സ്വാപ്പ് എന്ന് പറയും എ ഐ. അപ്പോൾ അതൊക്കെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ ഏതൊരു ടെക്നോളജിക്കും ഒരു ദൂഷ്യഫലം ഉണ്ട്. അതുപോലെ തന്നെ എ ഐക്ക് ഉള്ളൂ. കാരണം നന്നായി അറിയുന്നവന് അത് വെച്ചിട്ട് ദൂഷ്യഫലവും ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഐ ഒരു ഹെൽപ്ഫുൾ തന്നെയാണ് ഒരു ഹ്യൂമൻസിന്. അപ്പോൾ എ ഐ എന്നത് ഇനി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഒരു എ ഐ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റിയ ഒരു ബ്രീഫായിട്ട് പറയാം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടികളെ അറിയാത്ത ഒരു പ്രായമായവരോ എന്താണ് മക്കളെ എ ഐ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക അത് ഒരു മെഷീനെയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെയോ മനുഷ്യൻ്റെ പോലെ ചിന്തിക്കാൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പോലെ റെസ്പോൺസ് തരാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസും അൽഗോരിതംസും എഴുതി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസ്, ഒരു സെറ്റപ്പ്, അതാണ് എ ഐ. എ ഐയിൽ
AI ഇപ്പോൾ നിലവിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഭാവിയിൽ AI ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ ആവുന്ന ടൈം വരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് AI കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. AI വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ കാണുന്നുണ്ടാവും, AI പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടാവും. അവരൊക്കെ ഇതൊക്കെ ഓൾറെഡി അറിയാവുന്നവരാണ്. ചിലപ്പോൾ എനിക്ക് വന്നിട്ടുള്ള തെറ്റുകളും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ തെറ്റുകൾ, എനിക്ക് വന്നിട്ടുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം വ്യൂവേഴ്സിന് അതൊരു ഹെൽപ്ഫുള്ളായിരിക്കും. എല്ലാവരും കമൻറ്റുകളും ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വല്ല നിങ്ങൾക്ക് പരിചയപ്പെടുന്ന വല്ല ആർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ പിൻ ചെയ്യുക, കമൻറ്റിലിടാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ്സ് വീഡിയോസ് ഡെയിലി ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.